തൊണ്ടയാട് ഫ്ളാറ്റ് നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞ് വീണ സംഭവത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. രക്ഷാപ്രവർത്തനത്തിനിടയിലും മണ്ണിടിഞ്ഞ് വീണിരുന്നു. അതിന്റെ ദൃശ്യങ്ങളിലേക്ക് വീണ്ടും. ഹലോ സലാം മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നു. സലാം, ഈ ഫയർഫോഴ്സും രക്ഷാപ്രവർത്തകരും അല്ലാതെ റവന്യൂ അധികൃതർ ആരെങ്കിലും ഈ സ്ഥലത്തെത്തിയ ഇതുവരെ? ഇതുവരെ റവന്യൂ ഉദ്യോഗസ്ഥരൊന്നും തന്നെ സ്ഥലത്തെത്തിയില്ല. അല്പസമയം മുമ്പ്, ഏതാണ്ട് കുറച്ച് സമയം മുമ്പേ MLA അഹമ്മദ് ദേവർകോവ് സ്ഥലത്തെത്തിയിരുന്നു. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് പരാതിയൊന്നും നൽകിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ നാട്ടുകാർ പരാതി അടക്കം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവർ പരാതിയുടെ പകർപ്പ് കൂടി നൽകിക്കൊണ്ടാണ് പറയുന്നത്. വില്ലേജ് ഓഫീസർക്കും, നെല്ലിക്കോട് വില്ലേജ് ഓഫീസർക്കും കൂടാതെ തഹസിൽദാർക്കും പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ പരാതിയെ തുടർന്ന് റവന്യൂ ഉദ്യോഗസ്ഥർ ഈ 2 ദിവസം മുമ്പ് സ്ഥലത്തെത്തി ഈ നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടുക കൂടി ചെയ്തു. എന്നിട്ടും നിർമ്മാണ പ്രവർത്തനം തുടർന്നതാണ് ഈ രീതിയിലുള്ള ഒരു അപകടം ഉണ്ടാക്കിയതെന്നാണ്. അതായത് സലാം സ്റ്റോപ്പ് മെമ്മോ നൽകിയതാണോ? ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പാറ പൊട്ടിച്ച് സലാം, സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുണ്ടോ റവന്യൂ അധികൃതർ? സ്റ്റോപ്പ് മെമ്മോ നൽകി എന്ന കാര്യത്തിൽ ഒരു കൃത്യത ഇതുവരെ വന്നിട്ടില്ല. എന്നാൽ റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വാക്കാൽ ഇവരോട് പണി നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഈ പരാതിയുടെ പകർപ്പ് കൂടി അവർ നൽകുന്നുണ്ട്. നിരവധിയായ ആളുകൾ, അതായത് ഈ ഇടിഞ്ഞ കുന്നിന് മുകൾ ഭാഗത്ത് താമസിക്കുന്ന വീടുകളാണുള്ളത്. ആ വീടുകളിലുള്ള ആളുകൾ നിരവധി പരാതികൾ വില്ലേജ് ഓഫീസർക്ക്, നെല്ലിക്കോട് വില്ലേജ് ഓഫീസർക്കും കൂടാതെ തഹസിൽദാർക്കും നൽകി എന്ന് പറയുന്നുണ്ട്. ഇത് സംബന്ധിച്ച് നേരത്തെ അഹമ്മദ് ദേവർകോവിൽ MLA സ്ഥലത്തെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് വില്ലേജ് ഓഫീസറുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന് പരാതി നൽകിയെന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണമുണ്ട്. അങ്ങനെ പരാതി ലഭിച്ച ഉടനെ തന്നെ തഹസിൽദാർക്ക് ഈ പരാതി ഫോർവേഡ് ചെയ്യുകയും ചെയ്തു. എന്നാൽ പോലും യാതൊരു നടപടി, അതായത് സ്റ്റോപ്പ് മെമ്മോ നൽകുന്നതടക്കമുള്ള കൃത്യമായ നടപടികളിലേക്ക് കടന്നു എന്നുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. എന്നാൽ വാക്കാൽ ഇവിടെ എത്തി ഈ നിർമ്മാണ പ്രവർത്തനം തുടരരുത് എന്നുള്ള ഒരു കാര്യം അറിയിച്ചു എന്നാണ് പറയുന്നത്. ഈ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഈ റീടൈൻ വാൾ കെട്ടാത്തതാണ് ഇത്ര വലിയൊരു അപകടത്തിലേക്ക് ഇത് നയിച്ചത്. കാരണം സാധാരണ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ വലിയൊരു കുന്നോ അങ്ങനെയുള്ള എന്തെങ്കിലും സമീപത്തുണ്ടെങ്കിൽ റീടൈൻ വാൾ സ്ഥാപിച്ച് അങ്ങനെ ആ കുന്നിടിയുന്നതടക്കമുള്ള അപകടങ്ങളിൽ നിന്നൊരു ഒരു പ്രതിവിധി കണ്ടെത്തിയതിനു ശേഷം മാത്രമായിരിക്കും ഇങ്ങനെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുക അല്ലെങ്കിൽ ആരംഭിക്കുക. എന്നാൽ ഇത് അങ്ങനെയൊരു യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ആരംഭിച്ചത്. അങ്ങനെ തുടർന്ന് പോകുന്നതിനെയാണ് ഇങ്ങനെ ഒരു വലിയൊരു അപകടം ഉണ്ടായത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അവിടെ ഈ പാറകൾ ഡ്രിൽ ചെയ്ത് അതിനുള്ളിലുള്ള ആളെ പുറത്തെടുക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിയിരുന്നത്. എന്നാൽ ഈ ആളെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ JCB ഇവിടെ സ്ഥലത്തെത്തിച്ച് മണ്ണ് അവിടെ നിന്ന് മാറ്റി ആളെ പുറത്തെടുക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പശ്ചിമബംഗാൾ സ്വദേശിയാണെന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. 2 പേരാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. 3 തൊഴിലാളികളാണ് ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നത്. ആബേൽ, അലക്സ് എന്ന് പറയുന്ന 2 പേർ, പശ്ചിമ ബംഗാൾ സ്വദേശികളായിട്ടുള്ള 2 പേരാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. ഇനി ഒരാൾ കൂടിയാണ് ഇവിടെയുള്ളത്. അയാളുടെ പേര് വിവരങ്ങളൊന്നും തന്നെ
പ്രാഥമിക വിവരം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും JCB സ്ഥലത്തെത്തിച്ചുകൊണ്ട് ആ മൃതദേഹം പുറത്തെടുക്കാനുള്ള, അയാൾ മരിച്ചിട്ടുണ്ടോ എന്നുള്ളതും കൂടി ഉറപ്പായിട്ടില്ല, ക്ഷമിക്കണം, അയാളെ പുറത്തെടുക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഉടൻ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള ആംബുലൻസ് സജ്ജീകരണങ്ങളൊക്കെ തന്നെ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. അങ്ങനെ എത്രയും പെട്ടെന്ന് അയാളെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആളുകൾ പ്രധാനമായും ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് സംബന്ധിച്ചുള്ള ഒരു ആശങ്ക വെച്ചിട്ടുണ്ടായിരുന്നു. അത് രേഖാമൂലം തന്നെ വില്ലേജ് ഓഫീസർക്കും തഹസിൽദാർക്കും അതുമായി റവന്യൂവുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾക്കൊക്കെ തന്നെ പരാതിയും നൽകിയിട്ടുണ്ടായിരുന്നു. ആ പരാതിയിലൊന്നും തന്നെ ഒരു ശക്തമായ നടപടിയിലേക്ക് കടന്നിട്ടുള്ളതാണ് ഇങ്ങനെ നിർമ്മാണ പ്രവർത്തനം പുരോഗമിക്കുന്നത്. ഇപ്പോൾ തെരയുന്ന ഭാഗത്ത് ഇയാളുണ്ട് എന്ന സംശയമുണ്ടോ? സലാം, ഇപ്പോൾ ഫയർഫോഴ്സ് തെരയുന്ന ഭാഗത്ത് ഇയാളുണ്ടെന്ന് സംശയമുണ്ടോ? അവിടെ തന്നെയാണോ തെരയുന്നത്? അജിംസ്, നേരത്തെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഡ്രില്ല് ഉപകരണങ്ങളൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഡ്രില്ലിംഗ് നടത്തി അതിനുള്ളിൽ ആളുണ്ടെന്നുള്ളൊരു സ്ഥിരീകരണം വരുത്തിയതിനു ശേഷം സ്ഥലത്തെത്തിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു ചെറിയ മിനി JCB ഉപയോഗിച്ചുകൊണ്ട് അവിടെ നിന്ന് മണ്ണ് മാറ്റാനുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഉണ്ട് എന്നുള്ള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ആ സ്ഥലം കേന്ദ്രീകരിച്ചുകൊണ്ട് നേരത്തെ രക്ഷപ്പെട്ട തൊഴിലാളികൾ ചൂണ്ടിക്കാണിച്ച സ്ഥലത്താണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തൂമ്പ അതുപോലെയുള്ള ഉപകരണങ്ങൾ, ഈ ഡ്രില്ലിംഗ് മെഷീനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഡ്രിൽ ചെയ്ത് അതിനുള്ളിൽ ആളുണ്ടെന്നുള്ളൊരു സ്ഥിരീകരണം വരുത്തിയതിനു ശേഷം പിന്നീട് JCB സ്ഥലത്തെത്തിച്ച് അവിടെ നിന്ന് മണ്ണ് മാറ്റിക്കൊണ്ട് ആളെ പുറത്തെത്തിക്കാനുള്ള ഒരു ശ്രമം ആരംഭിച്ചത്. ഏതായാലും ഇപ്പോൾ ഇപ്പോൾ സെർച്ചിങ് നടന്നുകൊണ്ടിരിക്കുന്നത്, അതായത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്ന ആ കേന്ദ്രത്തിൽ തന്നെ ആളുണ്ട് എന്നുള്ളൊരു സ്ഥിരീകരണം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ അവിടെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് JCB ഉപയോഗിച്ച് മണ്ണ് മാറ്റി അവിടെ നിന്ന് ആളെ പുറത്തെത്തിക്കാനാകും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഫറൂഖ് ACP അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അഹമ്മദ് കോവിൽ MLA അടക്കമുള്ള ജനപ്രതിനിധി സ്ഥലത്തെത്തിയിട്ടുണ്ട്. വാർഡ് കൗൺസിലർ ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിൽ ഇവിടെ നിന്നുകൊണ്ട് തന്നെ നേതൃത്വം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും അടക്കമുള്ള എല്ലാവരും ഈ സ്ഥലത്ത് 2 JCB എത്തിച്ചുകൊണ്ട് അവിടെ നിന്ന് മണ്ണ് മാറ്റിയതിനു ശേഷമായിരിക്കും അയാളെ പുറത്തെടുക്കാനാവുക. പ്രാഥമികമായി പശ്ചിമ ബംഗാൾ സ്വദേശിയാണെന്നുള്ള ഒരു വിവരം മാത്രമാണ് ലഭിക്കുന്നത്. ഇതിൽ രക്ഷപ്പെട്ട 2 പേരെന്ന് പറയുന്നത് ആബേൽ, അലക്സ് എന്ന് പറയുന്ന 2 പേരാണ്. അവരെ ഈ അപകടം ഉണ്ടായ ഉടൻ തന്നെ ഓടി രക്ഷപ്പെടുകയായിരുന്നു. പുറത്തേക്ക് നമ്മൾ ആദ്യഘട്ടത്തിൽ വന്ന സമയത്ത് തന്നെ 2 പേർ പുറത്തേക്ക് ഓടുന്നത് നമ്മൾ കണ്ടതുമാണ്. അങ്ങനെ അവർക്ക് ഈ സാരമായ പരിക്കുകളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഓട്ടത്തിൽ മനസ്സിലാക്കിയത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയുമായി ബന്ധപ്പെട്ടപ്പോഴും ആ ഒരു സംഭവമാണ് പറയുന്നത്. നിസാര പരിക്കുകൾ മാത്രമാണുള്ളത്. ചളിയിൽ പൊതിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും കാര്യമായ ഒരു പരിക്കുകളൊന്നും ഉണ്ടായിട്ടില്ല. ഒരു പക്ഷേ ജോലിക്കിടെ സംഭവിച്ച അല്ലെങ്കിൽ അത്തരം പൊടിപടലങ്ങൾ വസ്ത്രങ്ങളിൽ പുരണ്ടതാകാം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അല്ലാതെ ഈ മണ്ണിനടിയിൽ പെട്ടുപോകാതെ അവർ 2 പേർ രക്ഷപ്പെടുകയായിരുന്നു. എന്നാൽ ഒരു തൊഴിലാളി നിർഭാഗ്യവശാൽ അതിനുള്ളിൽ പെട്ടുപോടുകയായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ അയാൾക്ക് വേണ്ടിയുള്ള ഈ 2 പേർ രക്ഷപ്പെട്ട ആബേലും അലക്സും നൽകിയ പ്രാഥമിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഫയർഫോഴ്സ് സ്ഥലത്തെത്തി ആ സ്ഥലം കേന്ദ്രീകരിച്ച് തൂമ്പ, ഡ്രില്ലിംഗ് മെഷീൻ അടക്കമുള്ള ഉപകരണങ്ങൾ കൊണ്ട് അവിടെ കൃത്യമായി ഒരു സ്ഥലം ലൊക്കേറ്റ് ചെയ്ത് പിന്നീട് ഈ പശ്ചിമ ബംഗാൾ സ്വദേശികളായ തൊഴിലാളികളല്ലാതെ മറ്റാരും ഉത്തരവാദിത്തപ്പെട്ട ആരും അവിടെ ഉണ്ടായിരുന്നില്ലേ? അജിം, സംഭവം നടക്കുന്നു, നാട്ടുകാർ നൽകുന്ന വിവരപ്രകാരം സംഭവം നടക്കുന്ന സമയത്ത് ഈ കൺസ്ട്രക്ഷൻ കമ്പനിയുമായി ബന്ധപ്പെട്ട സൂപ്പർവൈസർമാർ സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവർ നൽകുന്ന വിവരം. എന്നാൽ അപകടമുണ്ടായി എന്നുള്ളത് ഉറപ്പു വന്നതിന് ശേഷം അവർ ഇവിടെ നിന്നും മാറുകയായിരുന്നു, ഇവിടെ നിന്നും രക്ഷപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാരുടെ ഭാഷയിൽ അവർ പറയുന്നത്. ഏതായാലും അവർ ഇവിടെ നിന്നും പിന്നീട് മാറി നിൽക്കുകയായിരുന്നു. ഈ വരുന്ന ഈ അപകടം ഉണ്ടായതിനു ശേഷം ഇവർ മാറി ഒരു രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നതിന് പകരം ഇവിടെ നിന്നും അവർ മാറി നിൽക്കുകയായിരുന്നു. പിന്നീട് ഈ 2 തൊഴിലാളികൾ പുറത്തേക്ക് ഓടി വരുന്നത് കണ്ടു. അതിനുശേഷം അവരാണ് പറയുന്നത്, ഞങ്ങളുടെ കൂടെ ജോലി ചെയ്തിരുന്ന 3ാമത്തെ ഒരാൾ ഇതിനുള്ളിൽ പെട്ടുകിടക്കുന്നുണ്ട് എന്നുള്ള കാര്യം, ഈ മണ്ണിനടിയിലായിട്ടുണ്ട് എന്നുള്ള കാര്യം. വലിയ ചെങ്കൽ കട്ടകളാണ് ഉണ്ടായിരുന്നത്. അതുപോലെ ധാരാളം മണ്ണും ഉണ്ടായിരുന്നു, ചെങ്കൽ മണ്ണും ഉണ്ടായിരുന്നു. അങ്ങനെ ഈ മണ്ണും ഈ കല്ലും കലർന്ന ഒരു ഇടിവാണ്. അങ്ങനെ ആ മണ്ണിടിഞ്ഞ് ഇത് 2ഉം കൂടി ഈ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിന് മുകളിലേക്ക് വീഴുകയായിരുന്നു. അവിടെ 3 പേർ തൊഴിലാളികളായി ഉണ്ടായിരുന്നു. അങ്ങനെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പശ്ചിമ ബംഗാൾ സ്വദേശികളായിട്ടുള്ള അലക്സ്, ആബേൽ ഇവരുടെ ഒരു സുഹൃത്തുമാണ്, അല്ലെങ്കിൽ ഇവരുടെ ഒരു സഹജോലിക്കാരനുമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഒറ്റ കാര്യം കൂടി, ഇപ്പൊ തെരയുന്ന ആളുടെ പേര് എന്താണെന്ന് അറിയാമോ? അതും ഇതുവരെ ആ ഒരു വിവരം ലഭിച്ചിട്ടില്ല. അയാളുടെ പേര് വിവരം സംബന്ധിച്ചുള്ള ഒരു കാര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഒരു വ്യക്തമായ ഒരു വിവരം ലഭിക്കേണ്ടത്. അത് പോലീസ് ഉദ്യോഗസ്ഥരുമായി ഈ ഫയർഫോഴ്സുമായി ബന്ധപ്പെടുമ്പോൾ ഇത് 3ാമത്തെ ആളുടെ പേര് എന്തായാലും ഒരാൾക്ക് വേണ്ടി തെരച്ചിൽ തുടരുകയാണ്. തൊണ്ടയാട് ബൈപ്പാസിന് സമീപമാണ് ഫ്ളാറ്റ് നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞു വീണത്.